ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മൾ ഇന്ന് ടീം അസോസിയേറ്റിൻ്റെ ലെക്സസ് ആണ് ഓടിക്കാൻ പോകുന്നത്. ഓക്കെ, അതേ ഇവിടെ വേറൊരു ആർ സി കാർ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നമ്മുടെ സെയിൽ ചെയ്യാനുള്ള ഒരു ആർ സി കാറുണ്ട്. പിന്നെ ഗൈസ് നമുക്കൊരു പുതിയൊരു മെമ്പർ ഉണ്ട്, ഒരു ബെൽറ്റ് ഡ്രൈവ് ആർ സി കാറാണ്. ഇതിൻ്റെ ബോഡി പെയിൻ്റ് അടിക്കാൻ കൊടുത്തേക്കാണ് കേട്ടോ. ബോഡി പരിമ ഞാൻ കാണിച്ചാൽ ഏതാ സംഭവം. ഇത് ഫുള്ളി ബെൽറ്റ് ഡ്രൈവ് ആണ്, സാധാരണ നമ്മുടെ നോർമൽ കാർ പോലെയല്ല. എന്നാലും ഞാൻ എനിക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബോക്സ് ആ വണ്ടിയുടെ. ഇത് ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു ക്ലൂ കൂടെ തരാം, ഗോഡ്സില്ല എന്ന് വേറൊരു പേര് ഇതിന് പറയും. അപ്പോൾ മനസ്സിലായവർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവൻ്റെ വീഡിയോ ആയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കിത് നമ്മുടെ ലെക്സസ് എടുത്തുകൊണ്ട് പോകാം പുറത്തോട്ട്. അങ്ങനെ നമ്മൾ വണ്ടി പുറത്തോട്ട് എടുത്തു ഓടിക്കാൻ കൊണ്ട് തന്നെ കേട്ടോ. ബോക്സ് തുറന്ന് കാണിച്ചിടാം. ഇതേ ബോക്സ് ഇത് ഈ കളറല്ല, നമ്മുടെ വണ്ടി എവിടെ ഈ കളറാണ്. വൈറ്റ് പോലത്തെ എന്താ കളർ, അപ്പെക്സ്. ടീം അസോസിയേറ്റഡ് ആണ് ബ്രാൻഡ്. ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഗിയറും ESC, മോട്ടർ, ടയേഴ്സ്, 20 സ്പോക്ക്, റെപ്ലിക്ക വീൽസ് ഉണ്ടോ, സസ്പെൻഷനൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പണികൾ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ലെക്സസിനെ പുറത്തോട്ടെടുക്കാം. ഇതാണ് പോരാത്ത പൊക്ക് ഗൈസ്, നമ്മൾ അൺബോക്സ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്താണ്. എന്തായാലും ചുമ്മാ കവറൊക്കെ എടുത്തിട്ടാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ റിമോട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ടീം അസോസിയേറ്റൻ്റെ റിമോട്ട്. കുറേ പരിപാടിയുള്ള റിമോട്ടാണ്. ഇതിൻ്റെ സംഭവം എന്നൊക്കെ കാണിച്ചു തരാം. ഇതാണ് കാർ. ഗൈസ്, ഈ സ്പോയിലറൊക്കെ നമ്മൾ സെപ്പറേറ്റ് രണ്ടാമത് വെച്ചതാണ് കേട്ടോ. മേടിച്ചപ്പോൾ ഒന്നും ഉണ്ടായതല്ല. അപ്പോൾ അതൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഇതിൻ്റെ ഒപ്പം വന്ന ബുക്കുകളൊക്കെ ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് പോലെയാണ് കേസാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് ഇഷ്ടംപോലെ പരിപാടീസ് ഉണ്ട്. അപ്പെക്സ്, ഇതിൻ്റെ പാർട്സിൻ്റെ ഡീറ്റെയിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് നോക്കി, കുറേ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ ഉണ്ട് ഗൈസ്. നമ്മളിതൊന്നും വായിക്കില്ല കേട്ടോ, നമുക്ക് ഇതിൻ്റെ അതിനൊന്നും ആവശ്യമില്ല. പഠിക്കുമ്പോൾ പോലും വായിച്ചുള്ളൂ. ഓ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 2S ബാറ്ററിയാണ് കേട്ടോ. ഇത് 3S വണ്ടിയാണ്, പക്ഷേ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യണത് 2S ബാറ്ററിയാണ് ഗൈസ്. ഈ ബാറ്ററിയും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് എത്ര കൊല്ലം ഉണ്ടാവും ഈ ബാറ്ററി? അത് 1.5 കൊല്ലമായി ഗൈസ്. ഈ ഒരു 3300 mAh നമ്മൾ ബാറ്ററി മേടിച്ചിട്ട്. അതായത് ഇതൊക്കെ ബാലൻസ് ചാർജിലിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയൊക്കെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ അതൊക്കെ ബാലൻസ് ചാർജ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതെ, ഇത് ഒരു 6500 രൂപയുടെ ഒരു ബാറ്ററിയാണ്. 6500 mAh ജെന്നസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. പ്രീമിയം ആണെന്ന് തോന്നുന്നു. ഇത് പ്രീമിയം ബ്രാൻഡാണ്. 7.4 volt 50C ഹൈ ഡിസ്ചാർജ് ലിപ്പോ ബാറ്ററി. ബോക്സ് ടൈപ്പാണ് കേട്ടോ ഈ ബാറ്ററി. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ, കറക്റ്റ് ലെക്സസിൻ്റെ. ഇത് ലെക്സസ് ഏത് മോഡലാണ്? RCF എന്ന് പറഞ്ഞ മോഡലാണ്. അതെ, 20 സ്പോക്കുള്ള വീൽസ്. പിന്നെ അതേപോലെ തന്നെ ഗ്രില്ല് സ്റ്റിക്കറാണ് കേട്ടോ. മറ്റേ ടൈപ്പ് ഗ്രില്ലല്ല, അതിന് അതേപോലെ ഹെഡ്ലൈറ്റ് സ്റ്റിക്കർ കാര്യങ്ങളല്ല. പിന്നെ അതേപോലെ തന്നെ റൂഫിൽ കാർബൺ ഫൈബർ അല്ല, പക്ഷേ അതേപോലത്തെ ഏതൊരു ടൈപ്പ് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ബ്ലാക്ക് ചെയ്തിട്ടില്ല, ടിൻറ്റ് ചെയ്തിട്ടില്ല. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അതൊക്കെ ഇനി ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് ഹോട്ട് റേസിങ്ങിൻ്റെ ഒരു സ്പോയിലർ, ഇത് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്താണ്. ഇവിടെ വേറൊരു സ്പോയിലറായിരുന്നു. സ്പോയിലർ വെച്ചപ്പോൾ വണ്ടിക്ക് ലുക്ക് ഒന്നും കൂടി കണ്ടോ. ബാക്ക് ഇതാണ്, ഇവിടെ ലെക്സസ് നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ഒക്കെ ഇതുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ പുറത്തുനിന്നുള്ള ലുക്ക് കണ്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഹൈറ്റ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് താത്തിയാണ് നമ്മൾ ഇട്ടേക്കണത്. നമ്മുടെ റോഡ്, നമ്മൾ ഓടിക്കാൻ പോകുന്ന റോഡ് ഈ റോഡ്, അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊക്കാം. ഈ ഒരു പോസ്റ്റിൻ്റെ ലെവൽ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബോഡി പൊക്കാം, ഹൈറ്റ് ചെയ്യാം, സീനൊന്നുമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ചേസി കാണിച്ചു തരാം. പിന്നെ കൊടി ഈ പിന്നു പറഞ്ഞാണ് ഏറ്റവും അല്ലല്ല, ഇത് കമ്പനി തന്നെ, കമ്പനി സംഭവമാണ്. യോ ഗൈസ് കണ്ടോ, സസ്പെൻഷനൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം വരുന്ന സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡാണ്, ഭയങ്കര ഹാർഡാണ്. അതായത് ഒരു കല്ല് കയറി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വിറയ്ക്കും.
അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്മൂത്തായിരിക്കും, അത്യാവശ്യം ഒരു ഒഴുക്കിലങ്ങ് പോകും. അപ്പോൾ അതാണ് നമ്മൾ വേറെ സസ്പെൻഷനൊക്കെ ഇട്ട്. പിന്നെ ഇതിൻ്റെ സെർവോ, ഒരു വാട്ടർ പ്രൂഫ് സെർവോ ഉണ്ടോ ഇത്. പിന്നെ ഇവിടെ പോസ്റ്റ് ഇവിടെയാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്പോഞ്ച് ടൈപ്പ് ഒരു സാധനം വരുന്നുണ്ട്, ഇടിച്ചാലൊന്നും അധികം ഏൽക്കാണ്ടിരിക്കാൻ. പിന്നെ കഴിച്ചത് ഇതാണ് ഇതിൻ്റെ ESC 3S ESC ആണ് കേട്ടോ. 3S കേപ്പബിൾ ആണ്, അതും വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്, ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ ഇതാണ് റിസീവർ. ഇത് മോട്ടർ എത്ര kV ആണ്? മോട്ടർ 3300 kV മോട്ടറാണ് കേട്ടോ കേസത്. അത്യാവശ്യം പവറുണ്ട്. പിന്നെ ഇത് ബാറ്ററി ട്രേ, ഇവിടെയാണ് നമുക്ക് ബാറ്ററി ഇടാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ബാക്ക് ഡിഫറൻഷ്യൽ, ഫ്രണ്ട് ഡിഫറൻഷ്യൽ, എല്ലാ സെറ്റപ്പും ഉണ്ടോ. ഇത്രയും നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വേണമെങ്കിൽ കുറയ്ക്കാം, ഇങ്ങനെ താത്താനൊക്കെ പറ്റും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് വണ്ടി ഓടിച്ചാലോ? അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി ഓടിക്കാം. അയ്യോ ബാറ്ററി ഇട്ടില്ലല്ലോ, ബാറ്ററി കണ്ട് ഓടിക്കും. ഗൈസ് ഈ ബാറ്ററിയുടെ ഈ ഒരു കണക്ടറും നമ്മുടെ ഈ ഒരു കണക്ടർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കി, ഫാനൊക്കെ കറങ്ങി, ലൈറ്റൊക്കെ കത്തി. ESCയുടെ ലൈറ്റാണ് കേട്ടോ ഗ്രീൻ. റിസീവർ ഓണായി. ഇനി നമുക്ക് റിമോട്ട് ഓണാക്കാം. യെസ്, റിമോട്ട് ഓണാക്കി. എല്ലാം സെറ്റാണ്. നമുക്ക് ബോഡി സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പിന്നിട്ട് വണ്ടി നമുക്ക് വെളിയിലോട്ട് ഇറക്കാം. ഓ ഗൈസ്, ഈ റിമോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സ്പീഡ് കൂടിയല്ല എടുക്കണേ, കുറഞ്ഞല്ല എടുക്കണേ. ഓ ഗൈസ്, ഇതിപ്പോൾ സ്പീഡ് കുറഞ്ഞാണ്ടോ റിമോട്ടിൽ കിടക്കണേ, കണ്ട ഈ ഒരു സ്പീഡാണ്. കുറഞ്ഞ സ്പീഡാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡാണ്. ഇത് കണ്ടതേ, ഇത് നമ്മളിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ പവർ കൂടും. ഇതിപ്പോൾ കുറച്ച് കൂട്ടിയപ്പോഴത്തേക്കും ഇതിൻ്റെ വ്യത്യാസം കണ്ടോട്ടാ. ഓ സീൻ. ഗൈസ് ഇനി നമുക്കിത് ഫുള്ള് കൂട്ടി നോക്കാം. ആണോ? അമ്മേ, ഓ തെറിച്ചാണ് കൺട്രോൾ. ഇത് കൺട്രോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരത്തെ കിടന്നു. ഓ പൊളി, കണ്ടിട്ട് പേടിയാണല്ലോ. ഓ ഗൈസ്, ഇതിൻ്റെ സ്പീഡ് ഉണ്ടല്ലോ, എൻ്റെ അമ്മി ഇട്ടിക്കുന്നുള്ളൊരു പേടിയാണ്. ഓ ഇത് 2S ബാറ്ററിയിലാണ്ട് ഇത്ര സ്പീഡ്. 3S ഇട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മളിത് 3S ബാറ്ററി ഇല്ല ഗൈസ്, കത്തിപ്പോയി വരണം. ഓ ഗൈസ്, ആ ബോഡി ഇടിക്കുന്ന സൗണ്ടാണ് ഇത്ര താത്തിയിട്ടിട്ടേ. ഈ റോഡൊന്നും പോരാ. ഈ റോഡാണെങ്കിലും ചെറിയ എന്താ പറയുക, കല്ല് സെറ്റപ്പ് ഇതൊക്കെ ഉണ്ട്. കണ്ടോ, ഇതിലൊക്കെ ഇടിക്കുന്ന സൗണ്ടാണ് കേൾക്കണത്. ഗൈസ് ആക്സിഡൻറ്റ് കൊടുക്കേണ്ട താമസമുള്ളൂ, പറക്കോ സാധനം. പാളിപ്പാളിയാ പോണത്. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ മാറ്റിക്കൊണ്ടാണ് ഇപ്പം ഇത്ര ഒരു വലിയ തിരക്കിലില്ല. പഴയ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിലോ ഭയങ്കര ചാടിച്ചാടിയാണ് പോകുന്നത്. ആ സസ്പെൻഷൻ ഭയങ്കര സീനായിരുന്നു.
ഗൈസ് പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റ കയ്യിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് റിമോട്ടിൻ്റെ സ്റ്റിയറിംഗ് കുറച്ച് അടുത്താണ് ഇരിക്കുന്നത്. ഈ ടീം അസോസിയേൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര സൈലൻ്റാണ്. മറ്റു വണ്ടീനെ വെച്ച് നോക്കാൻ നേരത്ത് ഇത് ഭയങ്കര സൈലൻ്റാണ്. അത്യാവശ്യം ഭയങ്കര സൈലൻ്റാണ് വണ്ടി. വേറെ വലിയ ബഹളമൊന്നുമില്ല. ഗൈസ് നമുക്കിത് ചെറിയ ടാസ്ക് പരിപാടി ഒന്നുണ്ട്. ഇവിടെ നമുക്ക് ഇറക്കാം. ഇവിടെ ചെറിയൊരു പൊങ്ങിയിരിക്കുന്നത് ഡയറക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കാറൊക്കെ ഇങ്ങനെ വളച്ച് തിരിച്ചൊക്കെ ഇറക്കൂലേ, ലോവർ ചെയ്ത് ഇറക്കാം. അതേപോലെ വേണം സാധനം ഇറക്കാൻ. രക്ഷപ്പെട്ട് ഗൈസ് ഇപ്പോൾ മഴയൊക്കെ വരാൻ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല കാർമയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വണ്ടി കുറേ നേരമായിട്ട് ഇപ്പോൾ ഓടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ചാർജ് വരെ തീർന്നല്ല. ഇതിൻ്റെ സ്പീഡൊന്നും പറയാനില്ല കേട്ടോ. എൻ്റെ സ്പീഡൊന്നും പറയാനില്ല. ഇത് 2S ബാറ്ററിയിലോട്ട് ഇത്രയും സ്പീഡ്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ 3S ബാറ്ററി ഇട്ട് ഓടിച്ചു നോക്കണം. അടുത്ത ഏതെങ്കിലും കാറിൻ്റെ വീഡിയോയിൽ 3S ബാറ്ററി ഇട്ടിട്ട് ഓടിച്ചാൽ കേട്ടോ. അന്നേരം എൻ്റെ സ്പീഡ് നോക്കാം. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 80 കിലോമീറ്റർ സ്പീഡ് എന്തായാലും ഇതിനുണ്ടെന്ന് നോക്കണ്ട ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെക്സസ് വണ്ടി. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി എഴുതണം. പിന്നെ എന്താ പറയുക, ഇതിന് കുറച്ച് മോഡിഫിക്കേഷൻ ഉണ്ട്, പെയിൻറ്റിങ് പരിപാടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ടിൻറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് ലൈറ്റ് വർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ മേടിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. കുറച്ച് നാളായിട്ടുള്ളൂ 2 ആഴ്ച ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. പവറെന്ന് വെച്ചാൽ അന്യായ സ്പീഡാണ്, ഒരു രക്ഷയില്ല. വീലൊക്കെ ഇരിക്കുന്നുണ്ടോ ഭയങ്കരമായിട്ട് താന്ന് ബോഡിക്ക് മുട്ടിയിരിക്കണത് ഗൈസ് ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 25,000-30,000 ഇടക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ടീം അസോസിയേൻ്റെ ഓൺ റോഡ് കാറാണിത്. ഇത് നമുക്ക് ഡ്രിഫ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിൻ്റെ ടയറും മാറ്റി പ്ലാറ്റ്ഫോമിൽ ഷോക്ക് അപ്സറിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡ്രിഫ്റ്റ് കാറായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത് റോഡ് കാർ തന്നെയാണ്, അടിപൊളി. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഈ ഇതേപോലെ നമുക്ക് കാറ് എന്താ പറയുക, നമുക്ക് സെയിൽസിനായിട്ട് നമ്മളൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. RC മോട്ടോർ വർക്ക്സ് എന്നാണ് ആ പേജിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാർസ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ പറഞ്ഞ ഹോബി ഗ്രേഡ് കാർസ് എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് മോഡൽസ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവർ ആ പേജായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വേറൊരു കോൺടാക്ട് നമ്പറും കൂടി നമ്മൾ അതിൻ്റെ ഒപ്പം വെക്കുന്നുണ്ട്. അപ്പോൾ അതിലായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഗൈസ്. പിന്നെ 10,000 രൂപ തൊട്ട് മുകളിലോട്ടുള്ള കാർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. വേറെ കുറഞ്ഞ മോഡൽസ് ഒന്നും വന്നിട്ടില്ല. വരുമ്പോൾ നമ്മൾ അറിയിക്കുന്നതാണ് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മുടെ ടീം അസോസിയേൻ്റെ ചാർജ് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത ആർച്ചയായിട്ട് മടുത്ത് ഗൈസ്, അതാണ് ഈ കഥയ്ക്കണത്. അടുത്ത ആർച്ചയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.